ആ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു യാത്ര എനിക്ക് വേറെ ഇത്രയും കാലം യാത്ര ചെയ്തിട്ട് ഈ കാലയളവിലൊന്നും അതുപോലത്തെ ഒരു യാത്ര ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ആ പെട്ടിന്റെ ബാക്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ റോഡാണെങ്കിൽ ജസ്റ്റ് മണ്ണിന്റെ റോഡാണ്, കല്ലും ഒക്കെ നിറഞ്ഞിട്ടുള്ള മൺ റോഡാണ്. ചാടി 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 തുള്ളിയിട്ടൊക്കെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ സെമിത്തേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഈ ഒരു സെമിത്തേരി ജീവിക്കുന്ന ആളുകളുടേത് കൂടിയാണ്. ശവകുടീരമുണ്ട് ഇങ്ങനെ ഒരു പെട്ടി, അതിന്റെ തൊട്ടിപ്പുറത്ത് വേറൊരു ശവകുടീരുണ്ട്. അതിന്റെ മുകളിൽ ബെഡിട്ടിട്ട് അതിന്റെ മുകളിലാണ് ഇവർ കിടന്നുറങ്ങുന്നത്. ആ ഭാഗത്ത് കുറെ ചാക്കുകളൊക്കെ കിടക്കുന്നത് കണ്ടു. ചാക്കുകൾ എന്താണെന്നുള്ളത് ഞങ്ങൾ അടുത്ത് പോയി നോക്കിയതാണ്. അടുത്ത് നോക്കിയപ്പോൾ അതിലൊരു ചാക്ക് എടുത്തിട്ട് നമ്മുടെ ഡാൻബ്രോ അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് മനുഷ്യന്റെ തലയോട്ടിയും എല്ലുകളൊക്കെ ഇങ്ങനെ കുറെ ചാക്കുകളിൽ കൂട്ടി വെച്ചിരിക്കുക. ഫിലിപ്പീൻസിലേക്ക് നമ്മൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായിരുന്നു പക്പാഗ്. അപ്പോൾ പക്പാഗിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ട് റൂമിലെത്തി. അടുത്ത ദിവസം രാവിലെ ഡാൻബ്രോയുടെ കൂടെ ഡാൻബ്രോയുടെ താമസ സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ. അത് ക്യൂസോൺ സിറ്റിയിലാണ്. അതായത് ക്യൂസോൺ സിറ്റിയാണ് ശരിക്കും മനിലയിലെ ഏറ്റവും വലിയ സിറ്റിയുടെ ഭാഗം. പോപ്പുലേഷൻ കൊണ്ടും ലാൻഡ് ഏരിയ കൊണ്ടൊക്കെ വലുത് ക്യൂസോൺ സിറ്റിയാണ്. അവിടെയാണ് ഡാൻബ്രോ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരു വീട്ടിൽ താമസിക്കുന്നത്. അവിടെ ചെന്ന് എൻ്റെ 3-4 ദിവസത്തെ ഡ്രസ്സൊക്കെ അലക്കി കുറച്ച് നേരം വിശ്രമിച്ച് ആ ഒരു ദിവസം അങ്ങനെ കടന്നുപോയി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാൻബ്രോ ഒരു വ്ളോഗറാണെന്ന്. വ്ളോഗർ എന്നതിലുപരിയായിട്ട് അദ്ദേഹം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വ്ളോഗേഴ്സ് ഫിലിപ്പീൻസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി പുള്ളി നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫിലിപ്പീൻസിൻ്റെ പല ഭാഗങ്ങളിലുള്ള കുറേ വ്ളോഗേഴ്സായിട്ട് പുള്ളിക്ക് കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ പാമ്പങ്ങ എന്ന് പറയുന്ന ഒരു പ്രോവിൻസിലുള്ള സേത്ത് എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ എനിക്ക് ഫോണിൽ കൂടെ ഡാൻബ്രോ പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് വരട്ടെ ചോദിച്ചപ്പോൾ സേത്ത് എന്നെ വളരെ സന്തോഷപൂർവ്വം വെൽക്കം ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇനി സേത്ത് ബ്രോയുടെ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ ക്യൂസോൺ സിറ്റിയിൽ നിന്ന് രാവിലെ ഡാൻബ്രോ എന്നെ ബസ് സ്റ്റാൻഡിലാക്കി. ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ ഈ കണ്ടക്ടർമാർ ഈ സ്ഥലത്തിൻ്റെ പേരെഴുതിയ കുറേ ബോർഡ് പിടിച്ചിങ്ങനെ നടക്കുന്ന ആൾക്കാർ. അത് നല്ലൊരു സൗകര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നമുക്കൊരിക്കലും ബസ് മിസ്സാവില്ല. കാരണം നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഈ ബോർഡുകൾ പിടിച്ച് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരും, ഈ സ്ഥലത്തേക്കാണോ പോകേണ്ടത് എന്നുള്ള ചോദ്യമായിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പോകേണ്ട പാമ്പങ്ങയുടെ പേരെഴുതിയ ബോർഡും വെച്ചിട്ട് ഒരു കണ്ടക്ടർ വന്നു. ഡാൻബ്രോൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പുള്ളി എന്നെ ബസ്സിൽ കയറ്റിയിട്ട് ഈ കണ്ടക്ടറോട് ചെറിയ കുട്ടികളെയൊക്കെ നമ്മൾ യാത്രയാക്കുമ്പോൾ പറയില്ലേ ഇന്ന സ്റ്റോപ്പിൽ ഇറക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പുള്ളി പോയി. അങ്ങനെ ബസ് പുറപ്പെട്ടു. ഏകദേശം 3 മണിക്കൂറാണ് ട്രാവൽ ചെയ്യാനുള്ളത് കേട്ടോ പാമ്പങ്ങയിലേക്ക്. 3 മണിക്കൂറിന് മുമ്പ് 2.25 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഈ പാമ്പങ്ങ പ്രോവിൻസിലെ ഒരു ബസ് ടെർമിനലിൽ എത്തിയിട്ടോ. അവിടെ എത്തി ഇറങ്ങി. ശരിക്കും അത്ര ആധുനികമായ ബസ് സ്റ്റാൻഡൊന്നുമല്ല, പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. നല്ല വൃത്തിയുള്ള കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട്. ഈ സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിനുള്ള റൂമൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ശരിക്കും നമുക്ക് അത്ഭുതം തോന്നും. ശരിക്കും ഫിലിപ്പീൻസ് ഒരു ദാരിദ്ര്യ രാഷ്ട്രമാണ്. എങ്കിൽ പോലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അവർ ചെലുത്തുന്ന ശ്രദ്ധ ശരിക്കും നമ്മളൊക്കെ കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. കുറച്ച് സമയം ഒരു 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും സേത്ത് ബ്രോ എന്നെ അന്വേഷിച്ച് വന്നു. ഞങ്ങൾ കണ്ടു, പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് 2 മക്കളുണ്ടെന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഒരു ഷോപ്പിൽ കയറി കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങി. അതിനുശേഷം ഞങ്ങൾ ഈവനിങ് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും ആ സമയത്ത്. അപ്പോൾ സേത്ത് ബ്രോയുടെ വീട്ടിലേക്ക് പോവാണ്. ഒരു ജീപ്നിയിലാണ് അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ഒരു സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങി. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ചെറിയൊരു ടൗണ്, വളരെ ചെറിയ ടൗണാണ്. നിറയെ സ്ട്രീറ്റ് ഫുഡ് കൗണ്ടറുകളുണ്ട്. ആ തെരുവിൽ കൂടെ കുറച്ച് മുന്നോട്ട് നടന്നിട്ട് ഈ കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൺ റോഡും കഴിഞ്ഞിട്ട് ഒരു ചെറിയ വീട് എത്തി. അതാണ് നമ്മുടെ സേത്ത് ബ്രോ താമസിക്കുന്ന വീട് കേട്ടോ. ചെന്ന് കയറുമ്പോൾ ചെറിയ 5 വയസ്സും 6 വയസ്സൊക്കെ ഉള്ള 2 മക്കളാണ് എന്നെ വെൽക്കം ചെയ്യുന്നത് കേട്ടോ. അവരുടെ വീടിൻ്റെ അകത്ത് കയറിയിരുന്നു. പിന്നീട് എന്നോട് ഭക്ഷണം എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കുക്ക് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന സൗകര്യം ഉണ്ടോ ചോദിച്ചപ്പോൾ വേണമെങ്കിൽ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അടുക്കളയൊക്കെ കൊണ്ട് കാണിച്ചു തന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അധികം കുക്ക് ചെയ്യാനൊന്നും അറിയില്ല. പക്ഷേ അവിടെ ഞാൻ തീരുമാനിച്ചു ഈ കഴിഞ്ഞ 2-3-4 ദിവസമായിട്ട് ഞാനിങ്ങനെ എന്തൊക്കെയോ കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ച്. അപ്പോഴാണ് നമ്മൾ ഫിലിപ്പീൻസിലേക്ക് പുറപ്പെടുന്ന സമയത്ത് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി മുസ്തഫക്ക് എനിക്ക് തന്ന ഒരു പൊതിയില്ലേ, അതിനെക്കുറിച്ചിട്ട് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. പുള്ളിനെ പറഞ്ഞിരുന്നു, പുള്ളീൻ്റെ അടുത്ത് പിന്നെ ഫോൺ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും ഭക്ഷണം കുക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആ പൊതി എടുത്താൽ മതിയെന്ന്. അപ്പോൾ ഞാനത് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു. കാരണം നമ്മുടെ ഈ പറഞ്ഞ ഐറ്റംസ് ഒന്നും നമ്മുടെ ടേസ്റ്റിലുള്ളത് അവിടെ
കിട്ടൂല. അപ്പോൾ മുസ്തഫക്കാക്ക് ഇത് മുമ്പ് പരിചയം ഉണ്ടായിരുന്നു ഫിലിപ്പീൻസിൽ ട്രാവൽ ചെയ്തപ്പോൾ. അതുകൊണ്ട് പുള്ളി മുൻകൂട്ടി ദീർഘവീക്ഷണത്തോടെ മനസ്സിലാക്കിയിട്ടാണ് എനിക്കത് തന്നത്. ശരിക്കും അന്ന് എനിക്കത് ഉപകാരപ്പെടുമായിരുന്നു. അങ്ങനെ ഞാൻ കുക്കിംഗ് ഒന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് കുറച്ച് കോഴിമുട്ട എടുത്തിട്ട് മുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചിക്കി എടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇവർ എരിവ് അധികം യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് എരിവ്, മുട്ടയിൽ കുറച്ച് എരിവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സെയ്ദ് ബ്രോ മക്കൾക്കൊക്കെ വിളമ്പി കൊടുത്തു. ഈ മക്കൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനൊരു വലിയ ഷെഫായിപ്പോയി അവിടെ. കാരണം അവർക്ക് ഈ സെയ്ദ് ബ്രോ എരിവ് കുറേശ്ശെ കൊടുത്ത് ശീലാക്കിയിട്ടുണ്ടായിരുന്നു ഇത്ര മക്കൾക്ക്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് എരിവുള്ളതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ കുറേ കഴിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും കുറേ സമയം സംസാരിച്ചിരുന്നിട്ട് എനിക്ക് അവർ കിടക്കാനുള്ള സൗകര്യം തന്നിട്ടോ. ഇവർ കുറേ പേരുണ്ട് ഈ വീട്ടിനകത്ത്. പക്ഷേ എനിക്കൊരു ഫുൾ റൂം, ഒരു ബെഡ്റൂം ഫുൾ ഒഴിവാക്കി തന്നു. ആകെ 2 ബെഡ്റൂമേ ഉള്ളൂ. ഒരു ഫുൾ റൂം അവർ ഫ്രീ ആക്കി തന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ അവരെല്ലാവരും കൂടി ഹാളിലോ എവിടെയൊക്കെ ആയിട്ട് കിടന്നിട്ട് എനിക്ക് അവിടെ സൗകര്യം ഉണ്ടാക്കി തന്നു. ഞാനും സെയ്ദ് ബ്രോയും കൂടി കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നാളെ എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി. ഇവിടെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാലാണ് ഇത്ര ഫിലിപ്പീൻസിലെ ഏറ്റവും നേറ്റീവായിട്ടുള്ള ഇൻഡിജീനിയസ് പീപ്പിൾ ജീവിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അവരെ കാണാൻ പോകാൻ നമുക്ക് എന്നാണ് പ്ലാന്. അതുകൊണ്ട് നെക്സ്റ്റ് ഡേ അവർ ജോലിക്ക് പോകുന്നില്ല, ലീവ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കിടക്കാനുള്ള സൗകര്യം ഒരുക്കി തന്നു. ആ രാത്രി അവിടെ അവസാനിച്ചു. അടുത്ത ദിവസം രാവിലെ എണീറ്റ് ഫ്രഷ് ആയിട്ട് നമ്മൾ പുറത്തിറങ്ങാൻ കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഫിലിപ്പീൻസിലെ ഇൻഡിജീനിയസ് പീപ്പിൾ ആയിട്ടുള്ള എയ്ത്ത എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. കുറച്ച് ദൂരം നമ്മളൊരു ജീപ്നിയിൽ പോയി. ജീപ്നി ഇറങ്ങിയതിന് ശേഷം കുറച്ച് നടക്കാനുണ്ട്. ഏകദേശം 1.5 മണിക്കൂറോളം നടക്കാനുള്ള ദൂരം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നടത്താൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇവർ രണ്ടുപേരും അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല, സെയ്ദ് ബ്രോയും വൈഫും. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു വണ്ടി കിട്ടുമോ നോക്കാമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഒരു സ്ഥലത്തൊരു വണ്ടി കണ്ടത് കേട്ടോ. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ ട്രൈസൈക്കിളിൻ്റെ ആ ഒരു രൂപമല്ല, പക്ഷേ നമ്മുടെ ഒരു മോട്ടോർ സൈക്കിളാണ്. അതിൻ്റെ സൈഡിൽ ഒരു വലിയൊരു ബോക്സ് ഘടിപ്പിച്ചേക്കുകയാണ്, ഈ ഇരുമ്പിൻ്റെ പൈപ്പുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ബോക്സ്. ആ വണ്ടിയുടെ പേരാണ് കൊലോങ് എന്ന് പറയുന്നത്. അതാണ് ഇവരിവിടെ ആളുകൾ യാത്ര ചെയ്യാനും അതുപോലെ എന്തെങ്കിലും വസ്തുക്കളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന വണ്ടി കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു വിചിത്ര രൂപത്തിലുള്ള വണ്ടിയാണ്. വണ്ടി അവിടെ ഉണ്ട്, പക്ഷേ ഡ്രൈവറില്ല. അങ്ങനെ ഒരു വീട്ടിൽ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് ലാസ്റ്റ് ഈ ഡ്രൈവർ വന്ന്. ഈ വന്ന ഡ്രൈവറും ഈ പറഞ്ഞ എയ്ത്ത കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ ഈ വണ്ടിയിൽ കയറി യാത്രയായി. ആ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു യാത്ര എനിക്ക് വേറെ ഇത്രയും കാലം യാത്ര ചെയ്തിട്ട് ഈ കാലയളവിലൊന്നും അതുപോലത്തെ ഒരു യാത്ര ഉണ്ടായിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് തമാശയായിരുന്നു, പേടിപ്പിക്കുന്നതായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ആ പെട്ടിൻ്റെ ബാക്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ റോഡാണെങ്കിൽ ജസ്റ്റ് മണ്ണിൻ്റെ റോഡാണ്, കല്ലും ഒക്കെ നിറഞ്ഞിട്ടുള്ള മൺ റോഡാണ്. ഈ പുള്ളിക്കാരനാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഈ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നത്. ചാടി 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 തുള്ളിയിട്ടൊക്കെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ഇറങ്ങിയിട്ട് തള്ളി കൊടുക്കണം, അല്ലെങ്കിൽ വണ്ടി കയറില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അങ്ങനെ കുറേ ദൂരം പോയി ഈ മലയൊക്കെ കയറി പോയിട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തുവാണ്. ഈ എയ്ത്ത കമ്മ്യൂണിറ്റി അവരുടെ ട്രഡീഷണൽ രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ഥലം. 2 ഭാഗത്തും വലിയ മലനിരകളാണ്. ഒരു താഴ്വാരം, ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയുടെ ചില ഭാഗങ്ങളൊക്കെ നടന്നൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടോ. അപ്പോൾ അവിടെ ഈ താഴ്വരയിൽ കുറച്ച് ചെറിയ ചെറിയ കൂരകളുണ്ട്, ചെറിയ വീടുകൾ. അതിലാണ് അവർ താമസിക്കുന്നത്. പൊതുവെ ഇവർ 4-5 കുടുംബങ്ങൾ ഒരു സ്പോട്ടിൽ താമസിക്കുന്ന രീതിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെല്ലുമ്പോൾ അവിടെ കുറച്ച് പ്രായമായ ഒരു ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. അവരടുത്ത് സെയ്ദ് ബ്രോ പോയി സംസാരിച്ചപ്പോൾ പിന്നെ അവർ വിളിച്ചിരുത്തി അവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാനിങ്ങനെ ജസ്റ്റ് നോക്കിയിരിക്കുമ്പോൾ ഒരു ചെറിയൊരു മരത്തിൻ്റെ തൈയുണ്ട്. അതിൻ്റെ കൊമ്പിലൊരു പക്ഷി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ പക്ഷി ഇങ്ങനെ അനങ്ങുന്നില്ല. ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെന്ന് നോക്കിയതാണ്. അപ്പോൾ ആ പക്ഷി അവിടുന്ന് പറന്നു പോകുന്നില്ല. നോക്കുമ്പോൾ അത് വെടിവെച്ച് പിടിച്ചിട്ട് അവിടെ ആ ഒരു കൊമ്പിൽ അവർ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ അതിനെ ചുട്ട് തിന്നാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നുണ്ടോ ചോദിച്ചപ്പോൾ ഞങ്ങളെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അവർ അതിനെ ചുടാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ചുട്ടിട്ട് അതിനെ മാറ്റി വെച്ചു. പിന്നെ ഞാൻ അവരുടെ വീടിൻ്റെ അകത്തേക്ക് കയറാൻ നോക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ ഒരു ഓലയുടെ പുറത്ത് ഒരു പക്ഷി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതിനെ നോക്കിയപ്പോൾ അത് വേറൊരു ടൈപ്പ് പുള്ളിയുള്ളൊരു തരം പക്ഷിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പേരെന്താ ചോദിച്ചപ്പോൾ പച്ചിക്ക എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതിനെ വെടിവെച്ച് പിടിച്ചതാണോ എന്ന് ചോദിച്ചു. ഇവർക്ക് എയർ ഗൺ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്.
അപ്പോൾ അതിനെ വെടിവെച്ച് പിടിച്ചാൽ ചോദിച്ചപ്പോൾ അതിനെ വെടിവെച്ച് പിടിച്ചതല്ല, അതിനെ വേറൊരു രീതിയിൽ പിടിച്ചാണെന്ന് പറഞ്ഞിട്ടോ. അത് കേട്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. അതായത് ആ പക്ഷി ഒരു പ്രത്യേകതരം ശബ്ദം ഉണ്ടാക്കുന്നൊരു പക്ഷിയാണ്. അപ്പോൾ അതിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കുറച്ച് പ്രായമുള്ളൊരു ചേട്ടനാണ്, അദ്ദേഹം വേറൊരു ശബ്ദം ഉണ്ടാക്കും. എനിക്കുണ്ടാക്കി കാണിച്ചു തന്നു ആ ശബ്ദം. അപ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ പക്ഷി വീണ്ടും ആ ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ പുള്ളി അതിന് റിപ്ലൈ കൊടുക്കും. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ പക്ഷി ഈ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ വരുത്രേ. അങ്ങനെ അടുത്തേക്ക് വരും, പേടിയൊന്നുമില്ലാതെ വരുത്രേ ഈ ശബ്ദം ഫോളോ ചെയ്തിട്ട്. അങ്ങനെ തൊട്ടടുത്ത് വരുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുന്നതാണ് പറഞ്ഞത്. അങ്ങനെ പിടിച്ചിട്ട് തൂക്കിയിട്ടേക്കാണ് ഈ പക്ഷീനെ. അപ്പോൾ ഇവരുടെ കുറേ ജീവിത കഥകളും അവരെങ്ങനെയാണ് അവിടെ കഴിഞ്ഞു കൂടുന്നതെന്നൊക്കെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇട്ടിരുന്നു. എനിക്കറിയില്ല, സേത് ബ്രോ ആണ് സംസാരിക്കുന്നത്. പിന്നെ എനിക്ക് പുള്ളി മലയാളത്തിലേക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അവരവിടെ കുറേ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് ഈ പുഴയുടെ തീരത്തൊക്കെ ആയിട്ട്. അതൊക്കെ കൊണ്ട് നടന്ന് ഞങ്ങൾ കാണിച്ചു തന്നു. ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും അവരോട് യാത്ര പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഈ പറഞ്ഞ കൊലോങ് എന്ന് പറയുന്ന വണ്ടിയിൽ പുറപ്പെട്ടു കേട്ടോ. തിരിച്ച് വന്ന് നമ്മുടെ സേത് ബ്രോൻ്റെ വീട്ടിൽ എത്തി. അങ്ങനെ അന്നും ഞാൻ അവിടെ തന്നെ താമസിച്ചു. അതിന് ശേഷം അടുത്ത ദിവസം വീണ്ടും നമ്മുടെ ഡാൻബ്രോ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്, മനിലയിലേക്ക്. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫിലിപ്പീൻസിലെ മറ്റൊരു ദിവസം ഞാൻ ഇപ്പോഴും നമ്മുടെ ഡാൻബ്രോയുടെ കൂടെ തന്നെ കേട്ടോ. ഞങ്ങൾ മക്കാത്തിയിലെ ഒരു സെമിത്തേരിയുടെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലാണ് താമസിച്ചത് തലേ ദിവസം കേട്ടോ. ഇന്ന് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് പോവാണ്. അതായത് മനില സൗത്ത് സെമിട്രി. ഇന്ന് നമ്മൾ ആ ഒരു സെമിത്തേരിക്കകത്ത് താമസിക്കാൻ പോവാണ് കേട്ടോ. സാധാരണ സെമിത്തേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു സെമിത്തേരി ജീവിക്കുന്ന ആളുകളുടേത് കൂടിയാണ്. കാരണം ഈ സെമിത്തേരിക്കകത്ത് ഒരുപാട് പേര് അവരുടെ കുടുംബങ്ങളുമായിട്ട് താമസിക്കുന്നുണ്ട്. ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് കൂടി ഉള്ളതുകൊണ്ടാണ് ഞാനും ഒരു ദിവസം രാത്രി അവിടെ നിന്ന് താമസിച്ചാലോ എന്ന് ആഗ്രഹിച്ചു കേട്ടോ. ഈ കാര്യം ഡാൻബ്രോഡ് ആദ്യം പറഞ്ഞപ്പോൾ പുള്ളി പതിവ് പോലെ അത് വേണമെന്ന് ചോദിച്ചു. പക്ഷേ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പുള്ളി ശരി നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അതിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ അന്ന് റൂം എടുത്തത്. അങ്ങനെ വൈകിട്ടൊരു 5 മണിയോടെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് നടന്ന് സെമിത്തേരിക്ക് മുമ്പിലെത്തി. വലിയൊരു ബോർഡും ഒരു ഗേറ്റൊക്കെ ഉണ്ട്, മനില സൗത്ത് സെമിട്രി. ഞങ്ങൾ ചെല്ലുമ്പോൾ ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ക്യാബിൻ ഉണ്ട്. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വൈകിട്ട് 5 മണി വരെ ഉള്ളൂ സന്ദർശകർക്ക് അനുമതി. അപ്പോൾ അത് കഴിഞ്ഞു, 5:30 ആയിട്ടുണ്ടായിരുന്നു സമയം. ഇനി നിങ്ങൾ പോയിട്ട് നാളെ വാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളവിടെ താമസിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് പുള്ളിയോട് പറയാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായതുകൊണ്ട് ആ കാര്യം പറഞ്ഞില്ല. കുറേ റിക്വസ്റ്റ് ചെയ്ത് നോക്കി, ഞങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, തുറക്കാൻ പറ്റുമെന്ന്. പുള്ളി അതിന് തയ്യാറായില്ല. ലാസ്റ്റ് ഒരു വണ്ടി വന്നപ്പോൾ അകത്തുനിന്ന് പുറത്തേക്കൊരു വണ്ടി പോകാൻ വേണ്ടിയിട്ട് ആ ഗേറ്റ് തുറന്ന സമയത്ത് ഞങ്ങൾ അതിൻ്റെ ഗ്യാപ്പിൽ കൂടി ഞങ്ങളുടെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റിക്കാരൻ ഓടി വന്നു. പക്ഷേ പിന്നെ ഡാൻബ്രോ പുള്ളിയോട് നിർബന്ധിച്ചിട്ട് ഞങ്ങളൊന്ന് കണ്ടോട്ടെ, ഇപ്പം തന്നെ പോയിക്കോളാന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി അനുമതി നൽകി. ഒന്നിങ്ങനെ ചുറ്റിയിട്ട് ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്നു. ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ വന്നിട്ട് തിരിച്ചു പോകണം, പെട്ടെന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളെ അകത്തേക്ക് കടത്തി വിട്ടത്. നമ്മൾ അകത്തേക്ക് കടക്കുമ്പോൾ മുതൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും നിറയെ ഈ ശവപ്പെട്ടികൾ അടുക്കി വെച്ചതുപോലെ കോൺക്രീറ്റിൻ്റെ ബോക്സുകളാണ്. ഒന്നിനു മുകളിൽ ഒന്നായിട്ടൊക്കെ ഇങ്ങനെ നിറയെ അടുക്കി വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ ടോംബുകൾ, ശവകുടീരങ്ങൾ. അപ്പോൾ ചിലതിനൊക്കെ ഇങ്ങനെ ഒരു റൂഫൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഈ ഷീറ്റ് കൊണ്ട് മേഞ്ഞിട്ടൊരു വീട് പോലെ ആക്കിയതൊക്കെ ഉണ്ട്. നിറയെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. കുറേ കുട്ടികൾ അതിനെ ഓടി കളിക്കുന്നുണ്ട്. ശരിക്കും ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ ചെന്നതുപോലെയാണ് അവിടെ ശരിക്കും കാണാൻ പറ്റുക. പക്ഷേ അവിടെ ആയിട്ട് ഇവർ ജീവിക്കുന്ന ഈ പരിസരങ്ങളിൽ മൊത്തത്തിൽ നിറയെ ടോംബുകളും കാണാൻ പറ്റും. ശരിക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. ഇത് ഞാൻ കുറച്ച് നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ ആ അത്ഭുതം അതിൻ്റെ ഇരട്ടിയായി. നമ്മൾ മുന്നോട്ട് നടന്നു. കുറേ കടകളൊക്കെ ഉണ്ട്. അതായത് ഈ സെമിത്തേരി ശരിക്കും ഈ പറഞ്ഞ വൈകുന്നേരം 5 മണി വരെ ഈ ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അത്രേ. അതുകൊണ്ട് തന്നെ ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ സോഫ്റ്റ് ഡ്രിങ്കുകളും ഈ സ്നാക്സൊക്കെ വിൽക്കുന്ന ചെറിയ കടകളൊക്കെ ഈ സെമിത്തേരിൻ്റെ അകത്ത് ഈ ടോംബുകളുടെ ചുറ്റിപ്പറ്റിയായിട്ട് ഇവർ പണിത് വെച്ചിട്ടുണ്ട്.
ഈ ഇതിനകത്ത് താമസിക്കുന്ന ആളുകളുടെ ഒരു വരുമാന മാർഗം ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് പോയി. ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു സ്ത്രീ വസ്ത്രം അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവരോട് പോയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിച്ചു. അപ്പോൾ അവർ ഞങ്ങളെ കൂട്ടുകൊണ്ടുപോയിട്ട് അവർ താമസിക്കുന്ന സ്ഥലം കാണിച്ചു കേട്ടോ. ഈ വസ്ത്രം അലക്കിക്കൊണ്ടിരിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് തന്നെ ഒരു ഷീറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഷെഡ് ഉണ്ട്. അതിനകത്തേക്ക് ഞങ്ങളെ കയറ്റി. അവരും ഒരു കട നടത്തുന്നുണ്ട് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട്. ഈ കടേൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ വെച്ചതിൻ്റെ അടിയിൽ കൂടി ഞങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ അവിടെ കാണുന്നത് ഒരു ടോംബാണ്. ഒരു ശവകുടീരമുണ്ട്, ഇങ്ങനെ ഒരു പെട്ടി. അതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറൊരു ശവകുടീരമുണ്ട്. അതിൻ്റെ മുകളിൽ ഈ പ്ലൈവുഡ് ഷീറ്റ് പോലത്തെ ഒരു ഷീറ്റ് ഇങ്ങനെ രണ്ടിലേക്കും കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബെഡ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഇവർ കിടന്നുറങ്ങുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സെമിത്തേരിൻ്റെ പരിസരത്ത് കൂടി വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ പിന്നെ പോവാറില്ല. ആ സെമിത്തേരി, ഓരോ സെമിത്തേരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും കുറേ കഥകളും പ്രേത കഥകളൊക്കെ ഉണ്ടാവും. ഇവിടെ ഇവർക്കതൊന്നും ഒരു പ്രശ്നമല്ല. അവരുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഈ ടോംബിൻ്റെ മുകളിൽ ബെഡ് വിരിച്ചിട്ട് കിടന്നുറങ്ങുന്ന അവസ്ഥയാണ്. ശരിക്കും ഒരു അത്ഭുതമുള്ള കാഴ്ച കണ്ട് ഞങ്ങളങ്ങനെ നടന്നു കേട്ടോ. കുറേ മുന്നിട്ട് പോയി. അപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ സമയം മാത്രമേ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ. അതിനുള്ളിൽ പുറത്തേക്ക് ഇറങ്ങണം എന്നാണ് സെക്യൂരിറ്റിക്കാരൻ്റെ കർശന നിർദ്ദേശം. അപ്പോൾ ഞങ്ങൾ അപ്പോഴും തീരുമാനിക്കുന്നത് പുള്ളിയുടെ കണ്ണ് വെട്ടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇതിനകത്ത് തന്നെ ഇന്ന് രാത്രി കഴിച്ചു കൂട്ടാമെന്ന് തന്നെയാണ്. കാരണം 62 ഏക്കർ സ്ഥലമുണ്ട്, നിറയെ ഇങ്ങനെയുള്ള ശവകുടീരങ്ങളും ചില സ്ഥലത്തൊക്കെ കാട് പിടിച്ച സ്ഥലങ്ങളൊക്കെയാണ്. പുള്ളിക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ അത്ര ഈസി ആയിട്ട് പറ്റൂല എന്നൊക്കെയുള്ള ധാരണയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നീട് ഈ സെക്യൂരിറ്റിക്കാരൻ്റെ കണ്ണിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ദൂരത്തേക്ക് ബാക്കിലേക്ക്, ഈ സെമിത്തേരിയുടെ ബാക്കിലേക്ക് നടന്നു പോയിട്ടോ. ആ ഭാഗത്തെത്തിയപ്പോൾ ശരിക്കും കാട് മൂടിയ ഒരു അവസ്ഥയാണ്. ആ ഭാഗത്ത് കുറേ ചാക്കുകളൊക്കെ കിടക്കുന്നത് കണ്ടു. ചാക്കുകൾ എന്താണെന്നുള്ളത് ഞങ്ങൾ അടുത്ത് പോയി നോക്കിയതാണ്. അടുത്ത് നോക്കിയപ്പോൾ അതിലൊരു ചാക്ക് എടുത്തിട്ട് നമ്മുടെ ഡാൻബ്രോ അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് മനുഷ്യൻ്റെ തലയോട്ടിയും എല്ലുകളൊക്കെ ഇങ്ങനെ കുറേ ചാക്കുകളിൽ കൂട്ടി വെച്ചേക്കുക. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ സെമിത്തേരിയുടെ ഒരു ഭാഗം അവർ പൊളിച്ച് മാറ്റുകയാണ്. അവിടെ വേറെ എന്തോ ഒരു സംഭവം വരികയാണ്. അതുകൊണ്ട് അവിടെയുള്ള ഈ ടോംബുകളൊക്കെ പൊളിച്ചിട്ട് അതിൽ നിന്ന് എടുത്ത എല്ലുകളൊക്കെ ചാക്കിലാക്കി വെച്ചേക്കാണ്. അവിടെ വേറെ എന്തോ ഒരു പ്രോജക്റ്റ് വരാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ശരിക്കും കിടക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു 1-2 നല്ല ടോംബ്, വൃത്തിയുള്ള ടോംബൊക്കെ കണ്ടുപിടിച്ചിട്ട് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായപ്പോഴത്തേക്കും ഈ സെക്യൂരിറ്റിക്കാരൻ ഓടി വന്ന് ഞങ്ങളെ കണ്ടുപിടിച്ച്. ഞങ്ങൾ ഈ മൊബൈലിൻ്റെ വെളിച്ചത്തിലൊക്കെയാണ് ഓരോന്ന് ചെയ്യുന്നത്. ആ വെളിച്ചം കണ്ടിട്ടായിരിക്കും പുള്ളി വന്നിട്ടുണ്ടാവുക. ഞങ്ങളെ കണ്ടിട്ട് അവിടുന്ന് പുറത്താക്കി കേട്ടോ. പുള്ളിയുടെ പ്രഷറിൻ്റെ പുറത്ത് ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ടി വന്ന്. നേരത്തെ നമ്മൾ അവിടെ താമസിക്കാൻ പോകുന്നതുകൊണ്ട് നമുക്ക് റൂമിൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ എൻ്റെ വലിയ ബാഗൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ റൂം ബുക്ക് ചെയ്തായിരുന്നു. ആ റൂമുള്ളത് കൊണ്ട് നമ്മൾ അവിടെ പോയിട്ടാണ് അന്ന് രാത്രി കഴിച്ചു കൂടിയത്. പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ ഫിലിപ്പീൻസിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പല കൂട്ടുകാരായിട്ടൊക്കെ കറങ്ങി നടന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു മലയാളിയെ കൂടി എനിക്ക് കോണ്ടാക്റ്റ് കിട്ടി, സാബിത് ബ്രോ. പുള്ളി മനിലയ്ക്ക് അടുത്ത് തന്നെയുള്ള മറ്റൊരു പ്രോവിൻസിലാണ് താമസിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഒരു ദിവസം അവിടെ താമസിച്ചു. ഞങ്ങൾ ഒരുമിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചിട്ടോ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് ഞാൻ അവിടെ എത്തിയതിന് ശേഷം മനസ്സിലാക്കിയതാണ് കേട്ടോ. ഒരു മുത്തശ്ശീനെ കാണാൻ പോവാണ്. ആ മുത്തശ്ശി ഒരു ടാറ്റു ആർട്ടിസ്റ്റാണ്. ആ മുത്തശ്ശീനെ കണ്ടിട്ട് ആ മുത്തശ്ശിയുടെ കൈകൾ കൊണ്ട് ഒരു ടാറ്റു ശരീരത്തിൽ ചെയ്യണം, അതാണ് ലക്ഷ്യം. ആ മുത്തശ്ശിയുടെ പ്രത്യേകത ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ ടാറ്റു ആർട്ടിസ്റ്റാണ്. പക്ഷേ മുത്തശ്ശീനെ കാണണമെങ്കിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. ഏകദേശം ഒരു രാത്രി മുഴുവൻ യാത്ര ചെയ്യണം. ഞങ്ങളങ്ങനെ നെക്സ്റ്റ് ഡേ പോകാൻ തീരുമാനിച്ചിട്ട് വൈകുന്നേരം ഒരു 6 മണിയോടെ സാബിത് ബ്രോൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ടൊയോട്ട ഹയാസ് എന്ന വാനിനകത്ത് ഈ കുറേ പേരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ട്രാവൽ കമ്പനിക്കാർ അതിനകത്തെ സീറ്റൊക്കെ അവർ സ്പെഷ്യലി അറേഞ്ച്ഡാണ്. അത് കാരണം നമുക്കിങ്ങനെ ഞെരുങ്ങിയിരിക്കാനേ പറ്റുള്ളൂ. വൈകിട്ടൊരു 7:30 യാത്ര പുറപ്പെട്ടിട്ട് പുലർച്ചെയാണ് നമ്മൾ ഈ സ്ഥലത്ത് എത്തുന്നത് കേട്ടോ. അതായത് ഫിലിപ്പീൻസിൻ്റെ ചരിത്രത്തിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള കോഡില്ലേറ മലനിരകളിൽപ്പെട്ട ഒരു മലയുടെ മുകളിലാണ് ഈ പറയുന്ന ഗ്രാമം ഉള്ളത്. നമ്മളൊരു രാവിലെ ഒരു 6-6:30 മണിയോടെ അവിടെ എത്തുകയാണ്. അവിടെ എത്തിയതിന് ശേഷം പിന്നെ വണ്ടി പോകില്ല. വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് പിന്നെ ഇറങ്ങി നടക്കണം. നമുക്കിങ്ങനെ നോക്കിയിട്ട് ദൂരെ നമ്മൾ ഈ പറയുന്ന മുത്തശ്ശിയുടെ ഗ്രാമം കാണാൻ പറ്റും. ബുസ്കലാൻ എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ നേരെ കുത്തനെ താഴേക്ക് ഇറങ്ങി കുറേ നടന്നിറങ്ങിയതിന് ശേഷം പിന്നെ കയറ്റം കയറുവാണ്. ഈ ഫോട്ടോകളിലൊക്കെ നമ്മൾ നിരന്തരം കാണുന്ന ടെറസ് ഫാമിംഗ് ഉണ്ടല്ലോ, നല്ല ഭംഗിയുള്ള നെൽകൃഷി, തട്ടുതട്ടായിട്ട് ചെയ്ത നെൽകൃഷി,
അങ്ങനെയുള്ള നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെയും അതിൻ്റെ വരമ്പിലൂടെയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്നതിൻ്റെ മുൻപിലായിട്ടും പുറകിലായിട്ടും ഒരുപാട് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങനെ ഈ ബുസ്കലാൻ ഗ്രാമത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ പോകുന്ന ആൾക്കാരുടെ എല്ലാം ലക്ഷ്യം ഒറ്റൊന്നാണ്, ഈ പറയുന്ന മുത്തശ്ശിയുടെ കൈകൊണ്ട് ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ടാറ്റു ചെയ്യണം. അത്രയും ഡിമാൻഡുള്ള, അത്രയും പ്രശസ്തിയായിട്ടുള്ള ഒരു മുത്തശ്ശിയാണ്. മുത്തശ്ശിയുടെ പേരാണ് അപ്പോ വാങ് ഓത്. അങ്ങനെ വണ്ടി ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നടന്നിട്ട് നമ്മൾ ഈ പറയുന്ന ബുസ്കലാൻ എന്ന് പറയുന്ന വില്ലേജിലെത്തിയിട്ടോ. വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലഞ്ചെരുവിൽ തന്നെ ഒരു വില്ലേജാണ്. മലഞ്ചെരുവിൽ കുറച്ച് ഭാഗം ഇങ്ങനെ ഫ്ലാറ്റ് ആക്കിയിട്ട് അവിടെ നിറയെ വീടുകളാണ് കേട്ടോ, അടുത്തടുത്ത് വീടുകളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ടാറ്റു ചെയ്യാൻ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഒരു ഉച്ച സമയത്തൊക്കെയാണ്. കാരണം ഈ വരുന്ന മുഴുവൻ ആളുകൾക്കും ഈ മുത്തശ്ശി വേണം ടാറ്റു ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ മുൻകൂട്ടി അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി ഭയങ്കര തിരക്കിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മുത്തശ്ശിനെ കാണാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് ഞാനും സാബിത് ബ്രോയും കൂടി അതിന് മുമ്പേ അവിടെ ഉള്ള ഒരു ഗൈഡിനോട് സംസാരിച്ചിട്ട് മുത്തശ്ശീനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ചെന്ന് അപ്പോൾ മുത്തശ്ശീൻ്റെ വീടിൻ്റെ മുമ്പിൽ ആ സമയം മുതൽ തന്നെ ആളുകളിങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. കുറേ പേരിങ്ങനെ നിൽക്കുകയാണ്, ഭയങ്കര തിരക്ക്. ഇവരെല്ലാം ടാറ്റു ചെയ്യാൻ വന്ന ആൾക്കാരാണ്. അപ്പോൾ മുത്തശ്ശി അന്നത്തെ ജോലി തുടങ്ങിയിട്ടില്ല. ഏതാണ്ട് 10 മണി സമയത്താണ് മുത്തശ്ശി തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ ഒരു അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു സ്ഥലത്താണ് അവരുടെ വാഷ്റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരാൻ കേട്ടോ. 105 വയസ്സുണ്ട്, പക്ഷേ ആരോഗ്യത്തിനൊന്നും യാതൊരു കുഴപ്പമില്ല, ഭയങ്കര സ്മാർട്ടാണ്. അപ്പോൾ ഞങ്ങൾ ദൂരെ നിൽക്കുന്നത് കണ്ടപ്പോൾ മുത്തശ്ശി ഞങ്ങളോട് ഇങ്ങനെ ചിരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് വരട്ടെ എന്നിങ്ങനെ ഈ ആംഗ്യ രൂപത്തിൽ ചോദിച്ചപ്പോൾ അവരിങ്ങനെ ആ ഒരു വഴി കാണിച്ചു തന്നു, അപ്പുറത്തെ ഡോറ് ചൂണ്ടിക്കാണിച്ചു തന്നു, ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കൊക്കെ അവരൊക്കെ ഭയങ്കര ബഹുമാനത്തോടെയും ഒരു പേടിയോടെ ഒരു അകലം പാലിച്ചു നിൽക്കുന്ന ആളാണ് ഈ മുത്തശ്ശി. അപ്പം ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ അവർ പറഞ്ഞു അങ്ങോട്ട് പോകാൻ പാടില്ല, മുത്തശ്ശി ചീത്ത പറയുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കുകയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളോട് മുത്തശ്ശി എല്ലാം പറഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ ഭയങ്കര അത്ഭുതം. മുത്തശ്ശി ശരിക്കും അങ്ങനെ ഒരാളെ അകത്തേക്കൊന്നും കയറ്റാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അത്ഭുതപ്പെട്ടു. എന്തായാലും മുത്തശ്ശി ഭക്ഷണം കഴിക്കാൻ റെഡി ആകുമായിരുന്നു. എന്നിട്ട് സാധാരണഗതിയിൽ ഈ ഒരു ടാറ്റു ചെയ്യുന്ന സമയം മാത്രമേ മുത്തശ്ശിനെ ഓരോരുത്തർക്കും കിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമായി, മുത്തശ്ശി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം വിളമ്പി തന്നു കേട്ടോ. കുറച്ച് ചോറും കറികളൊക്കെ ആയിട്ട് ഞങ്ങളെ ഇരുത്തി മുത്തശ്ശിയുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് മുത്തശ്ശി ഈ ടാറ്റു ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു മുറ്റത്ത് ഇങ്ങനെ ഒരു ഇരിപ്പിടത്തിൽ മുത്തശ്ശി ഇരിക്കുകയാണ്. എന്നിട്ട് ഓരോരുത്തരായിട്ട് വിളിക്കാം. മുത്തശ്ശി ചെയ്യുന്ന ടാറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോർമലി കാണുന്ന രീതിയിലുള്ള ഡിസൈനുകളോ ചിത്രങ്ങളൊന്നുമില്ല കേട്ടോ, 3 ഡോട്ടുകൾ മാത്രമാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് പുരാതന കാലത്ത് ഈ ഹെഡ് ഹണ്ടേഴ്സ് എന്ന് വിളിക്കുന്ന ഒരു ഉണ്ടായിരുന്നില്ല, ഒരു കാറ്റഗറി ഉണ്ടായിരുന്നു ആളുകൾ. അതായത് ഈ ഗോത്രങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ മനുഷ്യനെ വേട്ടയാടി കൊന്നിട്ട് അവരുടെ തലയും കൊണ്ട് വരുന്ന വീരന്മാരുണ്ടല്ലോ, അവരെയാണ് ഹെഡ് ഹണ്ടേഴ്സ് എന്ന് വിളിക്കുക. അങ്ങനെ ഒരാളെ കൊന്നിട്ട് തലയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവന് മാത്രമേ, ആ പുരുഷന് മാത്രമേ നെഞ്ചിൽ ടാറ്റു കുത്താനുള്ള അവകാശമുള്ളൂ ആ കാലത്ത്. അങ്ങനെ വരുന്ന ഹെഡ് ഹണ്ടേഴ്സിന് നെഞ്ചിൽ ടാറ്റു കുത്തി കൊടുക്കുന്ന ആളുടെ മകളാണ് ഈ മുത്തശ്ശി. അപ്പോൾ ചെറുപ്പം മുതലേ മുത്തശ്ശി ഈ ടാറ്റു ചെയ്യുന്നത് കണ്ടും ഒക്കെ പഠിച്ചു വന്നിട്ട് ഇപ്പോഴും ആ ജോലിയാണ് മുത്തശ്ശി തുടരുന്നത്. ഇവരുടെ ടാറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ടാറ്റു ഒന്നല്ല, കംപ്ലീറ്റ് നാച്ചുറലാണ് കേട്ടോ. എന്തോ ഒരു മരം കത്തിച്ചിട്ടുണ്ടാക്കുന്ന ഒരു കരിയാണ് അവരതിന് ഉപയോഗിക്കുന്നത്, മഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഈ സൈസിലുള്ള ഒരു മുളൻ്റെ തണ്ടിൽ ഒരു നാരങ്ങ പോലത്തെ ഒരു മരത്തിൻ്റെ മുള്ള് അറ്റത്ത് ഘടിപ്പിച്ചിട്ട് അതാണ് ഇവരുടെ ടാറ്റു അടിക്കുന്ന ടൂള്. ടാറ്റു ചെയ്യേണ്ട ഡിസൈൻ ഇങ്ങനെ ജസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം അവിടെ ഈ കരി പുരട്ടിയിട്ട് ഈ മുള്ള് വെച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയ ചുറ്റിക പോലെ സാധനം കൊണ്ട് ഇങ്ങനെ അടിക്കും. അങ്ങനെയാണ് ഈ ടാറ്റു ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളത് കുറേ നേരം കണ്ടു നിന്നു. അതിനുശേഷം നമ്മുടെ ഊഴം വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാനും ഇങ്ങനെ കാണിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് മുത്തശ്ശി എനിക്കും ആ ടാറ്റു ചെയ്ത് തന്നു. അത്യാവശ്യം നല്ല വേദന ഉണ്ട് കേട്ടോ. നമ്മളിതിങ്ങനെ അടിക്കുന്ന സമയത്ത് ആദ്യം കൊണ്ട ആ മുറിവിൽ തന്നെ വീണ്ടും ഈ മുള്ളു വെച്ചിട്ട് ഇങ്ങനെ കുത്തുമ്പോൾ ആഴം കുറച്ച് കൂടുമല്ലോ. ആ സമയത്ത് അത്യാവശ്യം നല്ല വേദന ഉണ്ടായിരുന്നു. എന്തായാലും ഒരു 3 ഡോട്ട് ഇവിടെ എനിക്ക് അടിച്ചു തന്നു. മുത്തശ്ശി ചെയ്യുന്നത് ഈ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ, 3 ഡോട്ടുകൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കോംപ്ലിക്കേറ്റഡ് ഡിസൈനൊക്കെ ടാറ്റു ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം എടുക്കുമല്ലോ. പക്ഷേ മുത്തശ്ശിയെ തേടി വരുന്ന ഇത്രയും ആളുകൾക്ക് അങ്ങനത്തെ ഡിസൈൻ ചെയ്യണമെങ്കിൽ മുത്തശ്ശിക്ക് സമയം ഉണ്ടാവില്ല. ഒരു ദിവസം 1-2 പേർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ തേടി വരുന്ന ആൾക്കാർക്ക് മുത്തശ്ശിയുടെ ഈ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെയ്ത് കിട്ടിയാലും മതി. അപ്പോൾ മുത്തശ്ശിയും മുത്തശ്ശിയുടെ
സിസ്റ്ററുടെ 2 മക്കളുണ്ട്, 2 പെൺകുട്ടികൾ, അവരും ടാറ്റു ആർട്ടിസ്റ്റുമാരാണ്. അപ്പോൾ അവരെ 3 പേരെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിമ്പിളായിട്ട് 3 ഡോട്ടാണ് മുത്തശ്ശി എല്ലാവർക്കും ടാറ്റു ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഞാനും ഒരു 3 ഡോട്ട് മുത്തശ്ശിയെ കൊണ്ട് ടാറ്റു ചെയ്യിപ്പിച്ചു. അതൊരു ഫിലിപ്പീൻസ് യാത്രയിലുണ്ടായ ഒരു മനോഹരമായ അനുഭവങ്ങളിൽ ഒന്നായിരുന്നു. അന്ന് രാത്രി പുസ്കരയിൽ നിന്ന് പുറപ്പെട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ സാബിത് ബ്രോയുടെ വീട്ടിലെത്തി. പിന്നീട് മൊത്തത്തിൽ 28 ദിവസത്തോളം ഞാൻ ഫിലിപ്പീൻസിലൂടെ ട്രാവൽ ചെയ്തു കേട്ടോ. നമ്മൾ ഫിലിപ്പീൻസിൽ പോകുന്നതിന് മുമ്പ് ആണെങ്കിലും അതിന് ശേഷമാണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഫിലിപ്പീൻസ് ആൾക്കാരെ കുറിച്ചിട്ട് ഭയങ്കര മോശം അഭിപ്രായം ഒക്കെയാണ്. അവരുടെ കൾച്ചർ, അവരുടെ ജീവിത രീതിയൊക്കെ ഭയങ്കര മോശമാകുന്ന രീതിയിലാണ് നമ്മളെല്ലാവരും സംസാരിക്കുക. പക്ഷേ ഞാൻ അവിടെ കഴിച്ചു കൂട്ടിയ 28 ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലായിടത്തോളം പൊതു ഇടങ്ങളിൽ മറ്റു മനുഷ്യരോടൊക്കെ എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഉള്ള ഒരു ധാരണ, ഒരു ബോധം, അതായത് ഫിലിപ്പീൻസിലെ ഒരു 5 വയസ്സുള്ള കുട്ടിക്കുള്ള ഒരു ബോധം പോലും നമ്മുടെ കേരളത്തിൽ 50 വയസ്സായ ആളുകൾക്ക് പോലും ഇല്ല എന്നുള്ളതാണ് ശരിക്കും ഒരു വസ്തുത. അവരുടെ കൾച്ചർ അത്രയും നല്ല രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഡാൻബ്രോ ഒക്കെ ആണെങ്കിൽ പോലും ഓരോ മനുഷ്യരോടും പെരുമാറുന്ന രീതിയിലാണെങ്കിലും നമ്മളോട് പെരുമാറുന്ന രീതിയാണെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള മുൻകരുതലുകൾ എടുക്കുന്ന രീതിയിലും എല്ലാം നോക്കുമ്പോൾ എനിക്ക് അവരുടെ ഒരു കൾച്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഫിലിപ്പീൻസിൽ മൊത്തം ചിലവഴിച്ച 28 ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചത് കേട്ടോ. ഇനിയും പുതിയ പുതിയ അനുഭവങ്ങൾ തേടി, പുതിയ പുതിയ സ്ഥലങ്ങൾ തേടി, പുതിയ പുതിയ ആളുകളോടൊപ്പം കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട്, പുതിയ പുതിയ ഭക്ഷണങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യാത്രകൾ തുടരാണ്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ അനുഭവങ്ങൾ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.